2 തിമോത്തി 2-ാം അധ്യായം വാക്യം 19. 2 തിമോത്തി 2:19 മുതൽ വായിക്കേ. നിർത്തി വായിക്കേ. 2 തിമോത്തി 2:19 മുതൽ വായിക്കേ. എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. എന്തൊരു വചനാണെന്നറിയാവോ അത്? എന്തൊരു വചനാണെന്നറിയാവോ? ഒരു ആത്മാവൊന്ന് തുറക്കപ്പെട്ട ആ വചനം ഒന്ന് സ്വീകരിക്കും. ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകത്തില്ല. മനസ്സിലായോ? ഏത് കാറ്റടിച്ചാലും ഇളകത്തില്ല. എത്ര സോഷ്യൽ മീഡിയ വിമർശിച്ചാലും ഇളകത്തില്ല. എത്ര കൂടെ നിൽക്കുന്നവർ ഒറ്റക്കൊടുത്താലും ഇളകത്തില്ല. എന്ത്? ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നത്. പറഞ്ഞേ, ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കും. ദൈവം ഉറപ്പിച്ച അടിത്തറ. അടുത്ത വാക്യം, അതിൽ ഇങ്ങനെ എന്തെന്നാൽ അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായുള്ളവരെ അറിയുന്നു. കേൾക്കണം നിങ്ങള്. കർത്താവ് തനിക്ക് സ്വന്തമായുള്ളവരെ അറിയുന്നു. ആരാണ് കർത്താവിന് സ്വന്തമായുള്ളവര്? അപ്പൊ ഞാൻ ചെന്നിട്ട് പറയും, കർത്താവേ, ഞാൻ നിന്റെ നാമത്തില് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ നിന്റെ നാമത്തില് പിശാചുക്കളെ പാറ്റയും പഴുതാരെയും പുറത്താക്കിയിട്ടുണ്ട്, ഞാൻ നിന്റെ നാമത്തില് രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ നിന്റെ നാമത്തില് ഇവാഞ്ചലൈസേഷൻ, ഞാൻ നിന്റെ നാമത്തിൽ ഇന്റർസെഷൻ ടീമിന്റെ ഭാഗമായിരുന്നു. കർത്താവ് എന്താ പറയാൻ പോണേ? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുത്തുനിന്ന് അകന്നു പോ, എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്ന്. എന്തൊരു ട്രാജഡിയാണത്. 50 കൊല്ലം ശുശ്രൂഷ ചെയ്തിട്ട് ഓടിവേ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോ അവന്റെ ന്യായാസനത്തിന്റെ നീതിപീഠത്തിന്റെ മുമ്പിൽ നാണം കെട്ടി നിൽക്കേണ്ടി വരികയാണ്. എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാന്ന്. നിന്റെ നാമത്തിലെന്നാ ഞാൻ 1000 തവണ പറഞ്ഞുകൊണ്ടിരുന്നത്. യേശുവിന്റെ നാമത്തിൽ എന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ യേശു പറയാണ്, എനിക്ക് നിന്നെ അറിയാൻ പാടില്ലെന്ന്. എന്നാൽ ഇവിടെ പറയാണ്, കർത്താവിനെ അറിയാം. ആരെ അറിയാം? തനിക്ക് സ്വന്തമായുള്ളവരെ അവനറിയാം. ആരാണ് അവന് സ്വന്തമായുള്ളവർ? അടുത്ത വാക്യം വായിച്ചേ. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അതാണ് കർത്താവിന് സ്വന്തമായുള്ളവര്. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. 10 വിശുദ്ധര് ചാലക്കുടി കൂടെ നടക്കണം, എറണാകുളത്തോടെ നടക്കണം, ഇരിങ്ങാലക്കുട കൂടെ നടക്കണം, കോഴിക്കോട് നടക്കണം, പാലക്കാട് നടക്കണം, തിരുവനന്തപുരത്ത് നടക്കണം. 10 വിശുദ്ധര് ഒറ്റ വചനം പോലും പ്രസംഗിക്കണ്ട. ഫിലിപ്പിനേര് നടന്നു പോകുമ്പോ ആളുകൾ ചങ്കത്തടിച്ച് പാവിയാണ് എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? വിശുദ്ധിയാ നടന്നു പോകണം. വിശുദ്ധി മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധി വേണം. ഓരോ ദിവസവും ജീവിതത്തോട് യുദ്ധം ചെയ്യണം, പാപത്തോട് യുദ്ധം ചെയ്തിട്ട് പാപത്തിൽ നിന്ന് കയറി പാപത്തിന്റെ തലയെ ചവിട്ടി നിൽക്കുമ്പോ അവിടെ തീയിറങ്ങും. ഇപ്പൊ എന്താ സംഭവിക്കാന്നറിയാമോ? കർത്താവ് പറയുന്ന കാര്യം എന്തെന്നറിയാമോ? ഒരുപാട് യാന്ത്രികതയുണ്ട്. ശുശ്രൂഷകൾ ഇങ്ങനെ ചെയ്ത് പോകുന്നു, കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോണു. ഇങ്ങനെ യാന്ത്രികതയാണ്. വളരെ വേഗത്തിൽ ഓടി വരുന്നൊരു വണ്ടി, കേൾക്കണേ, മടുത്തോ നിങ്ങള്? വളരെ വേഗത്തിൽ ഓടി വരുന്നൊരു വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടി വരികയാണ്. അങ്ങനെ സ്പീഡിൽ ഓടി വരുമ്പോ അതിന്റെ എൻജിൻ നിന്ന് പോയാൽ വണ്ടി പോവോ? പിന്നെ പോവും. പോവോ? വണ്ടി വളരെ സ്പീഡിൽ ഓടി വരുന്നൊരു വണ്ടി, എൻജിൻ നിന്ന് പോയി, വണ്ടി മുന്നോട്ട് പോവോ? പോവും. വന്ന മൂച്ചില് കുറെ ദൂരം കൂടെ പോവും. ഇന്ന് ഒരുപാട് ശുശ്രൂഷകള് ഈ വന്ന മൂച്ചി പൊക്കൊണ്ടിരിക്കുകയാണ്. എൻജിൻ ഓഫാണ്. മനസ്സിലായി? ഈ വന്ന മൂച്ചിൽ പൊക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വന്ന സ്പീഡിൽ അങ്ങ് പോന്നേ ഉള്ളൂ. ഒരു കാലത്ത് ഇത് കത്തിച്ചു വിട്ടവന്റെ അഭിഷേകത്തില് ഇത് പോണെന്നേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ വിശുദ്ധി ഉണ്ടാവണം. അതായത് ഓരോരുത്തരും, മനസ്സിലായോ? ഫ്രം ടോപ്പ് ടു ബോട്ടം അടിമുടി വിശുദ്ധരാവണം. പാപത്തെ തോപ്പിക്കണം, കയറി വരണം, ലോകമോഹങ്ങൾ ഉപേക്ഷിക്കണം, എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ചിന്തകൾ കളയണം, സ്വാർത്ഥത വെടിയണം. പിശാചിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവന്റെ മുഴുവൻ സാധനം ഇതിനകത്തിരിക്കുക. സാത്താനോടാ യുദ്ധം, പക്ഷെ അവന്റെ മുഴുവൻ പരിപാടികളുടെ കയ്യിൽ അഹങ്കാരം. മനസ്സിലായോ? ഇല്ലെങ്കിൽ മാത്രം ഹല്ലേലൂയ പറയണം. അഹങ്കാരം ഇല്ലെങ്കിൽ മാത്രം ഹല്ലേലൂയ പറയണം. ഇല്ലെങ്കിൽ മാത്രം അഹങ്കാരം. അല്ല, ഉണ്ടാവും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അസൂയ,
മാത്സര്യം, ഭിന്നത, കലഹം, എനിക്ക് വളരണമെന്നുള്ള ആഗ്രഹം, അശുദ്ധി, ധനമോഹം, സ്വയം വിഗ്രഹാവുന്ന അവസ്ഥ, ഒരു തിരുത്തൽ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇത് മുഴുവൻ അകത്ത് കിടക്കുക. എന്നിട്ട് പറയാണ് യേശുവിന്റെ നാമത്തിൽ എല്ലാത്തിനെയും ബന്ധിക്കുക. എന്തൊരു കോമഡിയാണത് ചേട്ടാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? കള്ളന്മാര് കൊള്ളക്കാര് മുഴുവൻ ഈ വീടിനകത്തിരിക്കുക. കള്ളന്മാര് കൊള്ളക്കാര് വീടാണ്. ആ കള്ളന്മാര് കൊള്ളക്കാര് മുഴുവൻ, തീവ്രവാദികൾ മുഴുവൻ ഈ വീടിനകത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെളിയിലോട്ട് നോക്കി വേലിയിൽ നിന്ന് വെടിവെച്ചിട്ട് പറയാണ് യേശുവിന്റെ നാമത്തിൽ തീവ്രവാദി ഞാൻ ഷൂട്ട് ചെയ്തെന്ന്. എടാ ഇവിടാണെന്ന് അവന്മാര്. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. കർത്താവിന്റെ നാമം ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഞാൻ ഈ മണ്ണിലോട്ട് കയറിയപ്പോൾ ഞാൻ പറയായിരുന്നു, എത്ര ആയിരങ്ങളെ, എത്ര ലക്ഷങ്ങളെ യേശുവിലേക്ക് ആനയിച്ച മണ്ണായത്. എത്ര ജീവിതങ്ങളാ ഇവിടെ മാറിയേ. മനസ്സിലായോ? ആ മണ്ണിലാ വന്ന് നിൽക്കുന്നേ. അപ്പൊ അവിടെ വന്ന് നിൽക്കുമ്പോ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരാഗ്രഹം കൊണ്ടേ പുറത്തിറങ്ങാവൂ. ഒരാഗ്രഹം കൊണ്ട്. ഇനി അടുത്ത വലിയ 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 ഭയങ്കര ദൈവമേ 500 പേരോട് സുവിശേഷം പ്രസംഗിച്ചാൽ 50,000 പേര്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ശുശ്രൂഷകന്റെ വളർച്ച 5,000 പേരോട് പ്രസംഗിച്ചവൻ 50,000 പേരോട് പ്രസംഗിക്കുന്നതല്ല. 50,000-തോട് പ്രസംഗിച്ചവൻ അതേ തീക്ഷ്ണതയിൽ 5 പേരോടും പറയാൻ മടിയില്ലാത്തവനാവുന്നതാണ് ഒരു ശുശ്രൂഷകന്റെ വളർച്ച. മനസ്സിലായോ? നേരെ തിരിച്ചാ. അപ്പൊ അതൊക്കെ പറയാൻ വരട്ടെ. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് പറയേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവേ, എനിക്ക് പാപത്തെ ജയിക്കാൻ ഒരു കൃപ തരണം. ഈ മണ്ണിൽ നിന്ന് ഞാൻ പോകുമ്പോൾ അനേകായിരങ്ങള്, അതായത് കുത്തിക്കൊല്ലാൻ കൊണ്ടുവന്ന കത്തി ഇവിടെ ഈ വചനവേദിയെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയ മനുഷ്യര്, ആത്മഹത്യ വന്നവര് ആത്മഹത്യയുടെ ആ തീരുമാനം ഉപേക്ഷിച്ചിട്ട് പോയ മനുഷ്യര്, വിവാഹമോചനത്തിന് വന്നവര് വിവാഹമോചനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആ ഇടം, മോഷണം ചെയ്തുകൊണ്ടിരുന്നവർ മോഷണം ഉപേക്ഷിച്ച എൻ്റെ നാട്ടിലുണ്ട്. എനിക്ക് 10 വയസ്സുള്ള സമയത്ത് ഇവിടെ വന്ന് ധ്യാനം കൂടിയ ഒരു ചേട്ടൻ, ഞങ്ങൾ കള്ള് ഷാപ്പിലെ ജോലി ഉപേക്ഷിച്ച ചേട്ടനെ എനിക്കറിയാം. മദ്യപാനം ഉപേക്ഷിച്ചവര്, മദ്യക്കച്ചവടം ഉപേക്ഷിച്ചവര്, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിച്ച് മണ്ണിൽ നിൽക്കുമ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ 50-ാമത്തെ വർഷത്തിൽ ശുശ്രൂഷകര്, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ദൈവമേ, കഴിഞ്ഞ 50 കൊല്ലത്തില് ജീവിച്ചിരുന്ന ശുശ്രൂഷകരെ വെല്ലുന്ന മാരക വിശുദ്ധിയുള്ള ശുശ്രൂഷകനാക്കി എന്നെ മാറ്റണം. അത് പ്രാർത്ഥിച്ചിട്ടിറങ്ങണം. ദൈവമേ, ഇന്ന് വരെ മനസ്സിലായ ഒരു പ്രവചനം കിടപ്പുണ്ട്. പ്രവചനം, ആദിമസഭയെ വെല്ലുന്ന വിശുദ്ധര് അന്ത്യകാല സഭയിൽ ഉണ്ടാവുമെന്ന് വിശുദ്ധര് പ്രവചിച്ചിട്ടുണ്ട്. ആദിമസഭയെ വെല്ലുന്ന വിശുദ്ധര് അന്ത്യകാല സഭയിൽ ഉണ്ടാവുമെന്ന്. മനസ്സിലായോ? സിസ്റ്ററിനോട് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് കൊച്ചു ത്രേസ്യയ്ക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റുന്നതിനേക്കാളും പാടാണ് ഇപ്പോഴത്തെ ഒരു സെമിനാരിക്കാരന് വിശുദ്ധി പാലിക്കാൻ. എന്താ കാര്യം? സിസ്റ്റർ പറ. കൊച്ചു ത്രേസ്യയുടെ കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല. കൊച്ചു ത്രേസ്യയുടെ കാലത്ത് അശ്ലീല സൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഇരിക്കവിടെ. കൊച്ചു ത്രേസ്യയുടെ കാലത്ത് മനസ്സിലായോ, നൂഡ് പിക്ചേഴ്സ് റോഡിൽ ഒട്ടിച്ചു വെച്ചിട്ടില്ല. കൊച്ചു ത്രേസ്യയുടെ കാലത്ത് ഇന്ന് കാണുന്ന പാപത്തിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്ന ഒരു ടെംപ്ടേഷനും കൊച്ചു ത്രേസ്യയുടെ കാലത്ത് 5G ഇല്ല. 5G ഇല്ല കേട്ടോ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ ഇത്? അതുകൊണ്ട് കൊച്ചു ത്രേസ്യക്ക് വിശുദ്ധയാവാൻ എളുപ്പമായിരുന്നു. കൊച്ചു ത്രേസ്യ വിശുദ്ധയായതിന്റെ 100 മടങ്ങ് ബുദ്ധിമുട്ടാണ് ഇന്ന് ഈ കാലത്ത് വിശുദ്ധരാവാൻ. പക്ഷെ പരിശുദ്ധാത്മാവിന് വയസ്സായിട്ടില്ല, ദൈവത്തിന് ഞരാതരകൾ ബാധിച്ചിട്ടില്ല, ദൈവം കളവനായിട്ടില്ല. കൊച്ചു ത്രേസ്യയെ വിശുദ്ധനാക്കിയ ദൈവത്തിന് സിസ്റ്ററിനെ വിശുദ്ധയാക്കാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയ. കൊച്ചു ത്രേസ്യയെ വിശുദ്ധയാക്കിയ ദൈവത്തിന് അതിനപ്പുറത്തെ വിശുദ്ധരാക്കാം. പാപം വർദ്ധിച്ചെടുത്ത് അതിലേറെ കൃപ കയറി വരും. ഒരു സൈഡില് സ്വവർഗഭോഗം പെരുകുമ്പോ, ഒരു സൈഡിൽ വ്യഭിചാരം പെരുകുമ്പോ, ഒരു സൈഡിൽ മോഷണം പെരുകുമ്പോ, ഒരു സൈഡിൽ അഹങ്കാരം പെരുകുമ്പോ, മറുവശത്ത് അതിന്റെ എക്സ്ട്രീം വിശുദ്ധിയുള്ളവരെ ഉയർത്താൻ ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കണം ശുശ്രൂഷകര്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അത് തെളിയിക്കാതെ പിന്നെ എന്ത് ശുശ്രൂഷയാ? എടാ, നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവണ്ടേ ബൈബിളിന് വചനത്തിന് ശക്തിയുണ്ടെന്ന്? നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവണ്ടേ? ഇയാളുടെ 25 കൊല്ലമായിട്ടും ഇയാളുടെ കോപം മാറിയിട്ടില്ല. 25 കൊല്ലമായിട്ട് ഇയാളുടെ കോപം മാറിയിട്ടില്ല. അയാൾ പറയാണ് സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന്. എന്നാ ശക്തിയുണ്ടെന്ന് പറയുന്നത്? എടാ, നിന്റെ കോപം മാറിയില്ലല്ലോ. നമ്മളെ കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇയാൾ പ്രസംഗിക്കുന്ന വചനത്തിന്
ചുമ്മാ ബഹളം ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. അതിന് ശക്തിയൊന്നുമില്ല. ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മാറണ്ടല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ ചേട്ടന്മാരെ? മനസ്സിലാവുന്നോ? എടാ, ഇതിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മാറണ്ടല്ലേ ചേട്ടാ? ഞാൻ ഈ പറയുന്ന വചനത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് എന്നെ അറിയാവുന്ന ഒരുത്തന് 10 കൊല്ലം കഴിഞ്ഞ് എന്നെ കാണുമ്പോ എടാ ഇവന് മാറ്റം വന്നല്ലോ എന്നവൻ പറയണ്ടേ? എന്നാൽ 10 കൊല്ലമായിട്ട് എന്നെ അറിയാവുന്നവൻ പറയുന്നത് പഴയതിനേക്കാൾ ഇവൻ മോശമായെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ വചനത്തിന്റെ ശക്തി നമ്മളായിട്ട് കെടുത്തി കളഞ്ഞില്ലേ സഹോദര? കളഞ്ഞില്ലേ? അതുകൊണ്ട് അത് ചെയ്യരുത്. നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവണം. എന്ത് മനസ്സിലാവണം? എടാ, വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് എന്താ ശക്തി ഉണ്ടെന്നല്ല തെളിവ്. വചനത്തിന് ശക്തിയുള്ള തെളിവ് ദേ ഈ വചനം പറയുന്നവനാണ്. വചനത്തിന് ശക്തി ഉണ്ടെന്നല്ല തെളിവ് ഈ വചനം പറയുന്നവനാണ്. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നു സഹോദര, പൊന്നു സഹോദരി, ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ ഇനിയൊരു റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ മുട്ടയിൽ നിന്ന് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാവണം. മനസ്സിലായോ? അതായത് കൂടെയുള്ളവരെ, ഇപ്പൊ ഞാൻ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിലെ എല്ലാവരെയും വിശുദ്ധരാക്കിയിട്ട് ഒരു തീയിറക്കാനല്ല ഞാൻ നിൽക്കേണ്ടത്. ദാനിയേലേ, ആദ്യം നീ വിശുദ്ധനാവണം. മനസ്സിലായോ? മനസ്സിലായി? എന്റെ കൂടെ നിൽക്കുന്നവർ വിശുദ്ധരാവണമെങ്കിൽ ഞാൻ എന്നാ ചെയ്യണം? ഞാൻ വിശുദ്ധനാവണം. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നില്ലേ? അല്ലാതെ ബാക്കി എല്ലാവരും വിശുദ്ധരാമൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ബാക്കി എല്ലാവർക്കും ആ വിഷയം ഉണ്ടാ പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ ചേച്ചിക്ക് ഞാൻ പറയുന്നേ? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നിസ്സാരമായിട്ട് ഇത് കാണരുത്, നിസ്സാരമായിട്ട് കാണരുത്. കണ്ട് കേട്ട് കൈയടിച്ച് തിരിച്ചു പോകരുത്. ഈ ഡിവൈനിൽ നിന്ന്, ഈ വിശുദ്ധമായ മണ്ണിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? എൻ്റെ കർത്താവ് എന്നെ എന്താക്കണം? വിശുദ്ധരാക്കണം, വിശുദ്ധരാക്കണം. അത് പ്രാർത്ഥിക്കണം ചേച്ചി, അത് പ്രാർത്ഥിക്കണം. മുട്ടയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം ചേച്ചി, പ്രാർത്ഥിക്കണം അമ്മച്ചി, കേട്ടോ അമ്മച്ചി, പ്രാർത്ഥിക്കണം. എന്താണ്? എൻ്റെ ദൈവമേ എന്നെ. നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് ഈ പ്രയോഗം പോയില്ലേ ചേച്ചി? ഇന്ന് വല്ലവരും പറയാറുണ്ടോ വിശുദ്ധരാക്കണമെന്ന്? ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരോട് നമ്മൾ പറയാറുണ്ടോ വിശുദ്ധരാവണമെന്ന്? കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറുണ്ടോ? ഉണ്ടോ ചേച്ചി? കാറ്ററിംഗ് ക്ലാസ്സിൽ ഇത് കേൾക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ? ഉണ്ടോ? ഒട്ടുമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കൂടുതലൊന്നും കേൾക്കുന്നേ ഇല്ല. നമ്മൾ പറയുന്ന മുഴുവൻ എന്താ? കാനഡയിൽ പോകണം, ഓസ്ട്രേലിയൻ വിസ കിട്ടണം. നമ്മളെ പ്രാർത്ഥിക്കും, നീ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്ക്, നിനക്ക് കാനഡയിൽ പോകാൻ കാനഡ കൊണ്ടുപോകാനല്ലല്ലോ കർത്താവ് കുരിശേ മരിച്ചേ, ആണോ? പിന്നെന്തിനാ? എടാ, നമ്മളെ വിശുദ്ധരാക്കാനാണ്, നമ്മളെ അഭിഷേകമുള്ളവരാക്കാൻ, വിശുദ്ധരാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ് പ്രഘോഷിക്കുന്ന വചനം നാളെ ഉതപ്പായി മാറാതിരിക്കാൻ മുട്ടയിൽ നിന്ന് കൈവരിച്ച് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു 10 പേര് ചാലക്കുടിയിലുണ്ടെങ്കിൽ, ഇരിങ്ങാലക്കുടയിലുണ്ടെങ്കിൽ, തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവിടെ തീയിറങ്ങും. അവിടെ തീയിറങ്ങും. അവിടെ ജനം ചങ്കത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് മാനസാന്തരപ്പെടും. അല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ചേരുവകൾ മാറി മാറി പരീക്ഷിച്ച് ഇനി പരിശുദ്ധാത്മാവിനെ ഇറക്കാമെന്നൊന്നും വിചാരിക്കരുത്. അത് കഴിഞ്ഞു, അതിൻ്റെ കാലം കഴിഞ്ഞു കേട്ടോ, അതിൻ്റെ കാലം കഴിഞ്ഞു. ഇനി ദൈവം അങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവ് ഒത്തിരി കാരണം കാണിച്ചു നമ്മളോട്. ഇനി എന്തെന്നറിയാമോ? സമർപ്പിക്കാനും വില കൊടുക്കാനും തയ്യാറുള്ള മനുഷ്യർ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ സുവിശേഷം അനുസരിച്ച് മാറണം, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം, എനിക്ക് കുറച്ചുകൂടെ എളിമ വരണം, എനിക്ക് കുറച്ചുകൂടെ ദൈവസ്നേഹം, എനിക്ക് കുറച്ചുകൂടെ മനുഷ്യരോട് പെരുമാറുമ്പോഴേ എനിക്ക് കുറച്ചുകൂടെ മര്യാദയെങ്കിലും വരണ്ടേ? ഈ ശുശ്രൂഷകന് ഒരു മര്യാദയെങ്കിലും വരണ്ടേ? അത് വരണ്ടേ? അത് വന്നില്ലെങ്കിൽ പിന്നെന്താണ്? സുവിശേഷം പ്രസംഗിക്കുന്നവനെ, ദൈവവേല ചെയ്യുന്നവനെ, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവനെ, എടാ, അടുത്ത് നിൽക്കുന്ന കൂടപ്പറപ്പുകളോട് ഒരു മര്യാദയെങ്കിലും വേണ്ടേ ഷിജി സിസ്റ്ററെ? വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് അതില്ലെങ്കിൽ പിന്നെ എന്ത് അഭിഷേകം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനസ്സിലായില്ലേ? ഞാൻ ഒരാളോട് ഞാൻ ഒരു രാത്രി ഒരു 2:30 എനിക്ക് ഉറക്കം വരാതെ ഞാൻ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പം ഞാൻ ഒരാളെ കണ്ടപ്പോൾ ഒരാള്, അത് എന്താണ്, വലിയ മാരക പാപമൊന്നുമല്ല, എന്നാലും ഈ ശുശ്രൂഷകൻ അങ്ങനല്ല പെരുമാറണ്ടേ, അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചെന്നിട്ട് പതുക്കെ പറഞ്ഞു, സഹോദരാ, ഇങ്ങനെയല്ലല്ലോ നമ്മള്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ണീശോയെ കണ്ടെന്ന്. നമ്മുടെ മഹാ തട്ടിപ്പാണിത്. എന്താണെന്നറിയാമോ? ഒരു ആത്മീയ കാര്യം, ഒരു കറക്ഷൻ, ഒരു തിരുത്തല് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി നമ്മൾ ഈ ആത്മീയ അനുഭവങ്ങളെ എടുത്ത് കാണിക്കും. ഞാൻ ഉണ്ണീശോയെ കണ്ടെന്ന് ഇന്നലെ. ഞാൻ പറഞ്ഞു, ഉണ്ണീശോയെ കാണുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് അല്ലേ ചേട്ടാ ഈ പരിപാടി കാണിക്കാതിരിക്കുന്നത്?
ചേട്ടാ ഉണ്ണീശോയെ ജന്മത്ത് കണ്ടില്ലേലും ഒരു കുഴപ്പമില്ല. ചേട്ടാ കേൾക്കുന്നുണ്ടോ? ജന്മത്ത് ചേട്ടൻ ഉണ്ണീശോയെ ദർശനത്തിൽ കണ്ടില്ലേലും കുഴപ്പമില്ല. ചേട്ടൻ കുറച്ചുകൂടെ മര്യാദ ഉണ്ടായാൽ മതി. ചേട്ടനല്ല ഉദ്ദേശിക്കുന്നേ, ഞാൻ ചേട്ടനോട് പറഞ്ഞെങ്കിലും മൊത്തത്തിൽ എല്ലാവരും കൂടെ പറയണേ. അതായത് ജന്മത്ത് ദർശനത്തിലെ മാലോകന്മാര് വരുന്നു, കളറ് പല കളറിൽ കാണുന്നു. എന്തിനാ കണ്ടില്ലേലും ഇപ്പൊ എന്നാ? കണ്ടില്ലേലും ഇപ്പൊ എന്നാന്ന്? കാണുന്നവരോട് എനിക്ക് വിരോധമൊന്നുമില്ല. സഹോദരാ, നീ വിശുദ്ധനാവണോടാ? നീ ആമേൻ പറ. ആമേൻ. അപ്പോ ഞാൻ പറയുന്നതേ, ഒരു ദർശനം കാണണം. ദർശനം എല്ലാവരുടെ അവകാശമാണ്. ഞാൻ പറയുന്ന അർത്ഥത്തെ തെറ്റിച്ചെടുക്കരുത്. ഒരു ദർശനവും കണ്ടില്ലേലുവേ കുറച്ചുകൂടെ മര്യാദയ്ക്ക് മനുഷ്യനോട് പെരുമാറിയാൽ മതിയായിരുന്നു. കുറച്ച് സഭ്യമായിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു. ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെ മാകൂട്ടിയും താകൂട്ടിയും ചീത്ത വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. എടാ, അവൻ ഒരു ദർശനവും കണ്ടില്ലേലും കുഴപ്പമില്ലായിരുന്നു. വലിയ പെരുമ്പറ കൂട്ടുന്നു, അല്ലെ മാലാകമാർ ഇറങ്ങി വരുന്നു, ഭയങ്കര സംഭവം, അത് വരുന്നു, ഇതെന്താ ബോംബ് പൊട്ടുന്നു. എന്നാ നീ ഒരു ബോംബും പൊട്ടണ്ട. നീ നിന്റെ വായൊന്ന് ശരിയാക്കിയാൽ മതി. ഒരു ബോംബും പൊട്ടണ്ട. കേൾക്കുന്നുണ്ടോ? ഈ തമ്മിലടി എന്ന് അവസാനിപ്പിച്ചാൽ മതി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ.